മണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ കൊച്ചു പെൺകുട്ടിയെ എല്ലാവരും വിളിച്ചിരുന്നത് എന്താണെന്നറിയോ? ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. എന്തൊരു പേരാണതല്ലേ! ആ കുട്ടിക്ക് അങ്ങനെ ഒരു വിളിപ്പേര് വരാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉള്ള പോലെ ഒരു ഗ്രാൻഡ് മദർ. നമ്മുടെ അമ്മൂമ്മമാര് നമുക്കൊക്കെ സമ്മാനങ്ങൾ തരാറില്ലേ? അതുപോലെ നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മൂമ്മ ഒരു സമ്മാനം കൊടുത്തു. ഒരു നീളൻ കുപ്പായം, ചുവന്ന നിറത്തിലുള്ള ഒരു നീളൻ കുപ്പായം. ആ കുപ്പായത്തിന്റെ ഏറ്റവും മുകളിലായി ഒരു തൊപ്പിയും തുന്നിപ്പിടിപ്പിച്ചിരുന്നു. അപ്പോ ആവശ്യമുള്ളപ്പോൾ ഈ തൊപ്പി തലയിൽ വെക്കാം. അതിനാണ് നമ്മൾ ഹൂഡ് എന്ന് പറയുന്നത്. അങ്ങനെ എപ്പോഴും തന്റെ പ്രിയപ്പെട്ട അമ്മൂമ്മ സമ്മാനിച്ച ഈ നീളൻ ചുവന്ന കുപ്പായം, ഹൂഡുള്ള കുപ്പായം ഇട്ട് നടക്കുന്ന പെൺകുട്ടിയെ എല്ലാവരും എന്ത് വിളിക്കാൻ തുടങ്ങി? ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് അച്ഛനോടും അമ്മയോടുമൊപ്പം ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അമ്മൂമ്മ കുറച്ചകലെ മറ്റൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ വീട്ടിലെത്തണമെങ്കിൽ ഒരു ചെറിയ കാട്ടിലൂടെ പോകണം, ഒരു ചെറിയ വഴിയിലൂടെ. അങ്ങനെ ഒരു ദിവസം അമ്മ നല്ല രുചികരമായ കേക്കും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അമ്മ എന്തു പറഞ്ഞു ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിനോട്? മോളെ, കുറച്ച് നീ നമ്മുടെ അമ്മൂമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരൂ. അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിന് എപ്പോഴും വലിയ ഇഷ്ടമാണ്. അമ്മ കൊടുത്ത ആ പലഹാരങ്ങളെല്ലാം ഒരു ബാസ്ക്കറ്റിൽ വെച്ചുകൊണ്ട് ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് സന്തോഷത്തോടെ കാട്ടിലൂടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട്. പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളെ കാണാൻ പറ്റും. ചില അണ്ണാൻകുട്ടന്മാർ ചങ്ങാത്തം കൂടാൻ വരും. ഇതൊക്കെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിന് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എന്നാൽ അന്ന് പുതിയൊരാൾ ആ പെൺകുട്ടിയെ പരിചയപ്പെടാൻ വന്നു. ആരാണെന്നല്ലേ? ഒരു ചെന്നായ ചേട്ടൻ. ഒരു വുൾഫ്, വളരെ കൗശലക്കാരനായ ഒരു വുൾഫ്. ഹേ, നീ എങ്ങോട്ടാ പോകുന്നത്? ചെന്നായ നമ്മുടെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിനോട് ചോദിച്ചു. ഞാൻ എന്റെ മുത്തശ്ശിയെ കാണാൻ പോവാ. കയ്യിലെന്തായിരിക്കുന്നത്? ചെന്നായ ചോദിച്ചു. അത് അമ്മ മുത്തശ്ശിക്ക് കൊടുക്കാൻ വേണ്ടി തന്നുവിട്ട കേക്കും ബിസ്ക്കറ്റുമാണ്. കേക്കും ബിസ്ക്കറ്റുമോ? അതും വീട്ടിലുണ്ടാക്കിയത്? എന്ത് രുചിയായിരിക്കും ഇതിന്! ഇതെനിക്ക് വേണം, എങ്ങനെയെങ്കിലും ഇത് തട്ടിയെടുക്കണം. ആര് ചിന്തിച്ചു? നമ്മുടെ കൗശലക്കാരനായ ചെന്നായ ചിന്തിച്ചു. അതെ, നീ ഒരു കാര്യം ചെയ്യൂ. ഇത് കുറച്ചപ്പുറത്തെ മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയുണ്ട്. കുറച്ച് പൂക്കൾ പറിച്ചെടുത്ത് നിന്റെ അമ്മൂമ്മയ്ക്ക് കൊടുക്കൂ. അവർക്ക് വളരെ സന്തോഷമാകും. ചെന്നായ പറഞ്ഞു. അത് കൊള്ളാലോ. അമ്മൂമ്മയുടെ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു പൂച്ചട്ടിയുണ്ട്, അതിൽ വെക്കാം. ഇപ്പൊ തന്നെ പറിക്കാം. നന്ദി ചെന്നായ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് പൂ പറിക്കാനായി പോയി. ഈ സമയം കൊണ്ട് നമ്മുടെ കൗശലക്കാരനായ ചെന്നായ എന്ത് ചെയ്തെന്നറിയോ? വേഗത്തിൽ അമ്മൂമ്മയുടെ വീടിനടുത്തെത്തി. എന്നിട്ട് അമ്മൂമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ അമ്മൂമ്മയില്ല. അമ്മൂമ്മയാണെങ്കിലോ തന്റെ ചെറുമകൾ വരുമ്പോൾ സമ്മാനം കൊടുക്കാനായി കുറച്ച് പഴങ്ങൾ ശേഖരിക്കാനായി പോയിരുന്നു. ചെന്നായ മനസ്സിൽ പറഞ്ഞു, ഇത് തന്നെ തക്ക സമയം. അമ്മൂമ്മ തിരിച്ചെത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിന്റെ കയ്യിൽ നിന്നും പലഹാരങ്ങൾ തട്ടിയെടുക്കണം.
എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തെന്നോ, നേരെ വീടിനുള്ളിലേക്ക് പോയി അമ്മുമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ടു. എന്നിട്ട് തലയൊക്കെ തുണി കൊണ്ട് മറച്ച് ഒരു കണ്ണാടിയൊക്കെ വെച്ച് കട്ടിലിൽ കയറി കിടപ്പായി. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് അമ്മുമ്മയ്ക്കുള്ള പലഹാരങ്ങളും പൂക്കളുമായി വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് വന്നു. അമ്മുമ്മേ, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ നോക്കിയേ. ചെന്നായ ശബ്ദമുണ്ടാക്കാതെ കിടക്കുകയാണ്. അമ്മുമ്മേ, ഞാൻ വിളിച്ചിട്ട് എന്താ വിളി കേൾക്കാത്തത്? അപ്പോൾ ചെന്നായ ശബ്ദം മാറ്റി പറഞ്ഞു, മോളെ, എനിക്ക് നല്ല സുഖമില്ല. അമ്മുമ്മയുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് എനിക്ക് സുഖമില്ലാത്തോണ്ടാ, ചെന്നായ പറഞ്ഞു. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് തന്റെ അമ്മുമ്മ തന്നെയാണോ? കുറച്ചടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് അമ്മുമ്മയല്ല. അയ്യോ, ഓടി വരണേ, ഇത് ചെന്നായാണ്, ഓടി വരണേ. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപകടമുണ്ടെന്ന് തോന്നിയാൽ ഉറക്കെ വിളിക്കണം. അപ്പോൾ സഹായത്തിനായി ആളുകൾ ഓടിക്കൂടും. അതുകൊണ്ട് റൈഡിംഗ് ഹുഡ് വീണ്ടും വിളിച്ചു, ഓടി വരണേ, രക്ഷിക്കണേ, ചെന്നായ വന്നിരിക്കുന്നു. പെട്ടെന്ന് അമ്മുമ്മയുടെ വീടിനടുത്തായി മരം വെട്ടിക്കൊണ്ട് നിന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ വേഗത്തിൽ ഓടി വന്നു. ഹോ, ആളുകളെ എല്ലാം കൂടി കണ്ടപ്പോഴേക്കും ചെന്നായ പേടിച്ചോടിക്കളഞ്ഞു. അമ്മുമ്മ വന്നപ്പോൾ അവൾ കാര്യം പറഞ്ഞു. മിടുക്കി, എന്റെ ചെറുമകൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചതുകൊണ്ട് ചെന്നായക്ക് പലഹാരമൊന്നും കൊണ്ടുപോകാൻ പറ്റിയതുമില്ല, എന്റെ കുട്ടിയെ ഉപദ്രവിച്ചതുമില്ല, അമ്മുമ്മ പറഞ്ഞു. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡും അമ്മുമ്മയും അവരെ സഹായിക്കാൻ വന്ന എല്ലാവരോടും എന്തു പറഞ്ഞു? നന്ദി പറഞ്ഞു, താങ്ക് യു എന്ന് പറഞ്ഞു. നമ്മളെ ആരെങ്കിലും സഹായിച്ചാൽ നമ്മൾ എന്ത് പറയണം? താങ്ക് യു എന്ന് പറയണം. അമ്മുമ്മയ്ക്ക് പലഹാരങ്ങളൊക്കെ സമ്മാനിച്ചതിന് ശേഷം അമ്മുമ്മ കൊടുത്ത മധുരമുള്ള പഴങ്ങളുമായി ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് തിരികെ വീട്ടിലേക്ക് മടങ്ങി. കുഞ്ഞിമണികളെ, ഇതാണ് ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് എന്ന മിടുക്കി കുട്ടിയുടെ കഥ. കഥ ഇഷ്ടമായോ? കഥയോടൊപ്പം നമുക്ക് ചില പേരുകൾ കൂടി പറയണ്ടേ? റീം ഇന്തിഫാദ എന്ന ഇന്നുകുട്ടി, ജാനി എന്ന ജാനകിക്കുട്ടി, ഐഡിൻ ഹാദി ഫറൂഖ്, ആദിദേവ്, നിവേദ്, നിധി എസ് എന്ന നിധിക്കുട്ടി, എൽവിയ സെറ എൽദോ, സൃഷ്ടി എന്ന ചിക്കു, അയർലാൻഡിൽ നിന്നും നമുക്ക് സ്നേഹം അറിയിച്ചിരിക്കുന്ന ക്ലെയർ എന്ന എൽഷുക്കുട്ടി. ക്ലെയറിന്റെ പിറന്നാൾ ഡിസംബർ മാസത്തിലായിരുന്നു. മോളെ, എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. മോനൂസ് എന്ന റൈഹാൻ നിഹാൽ, ഇസാൻ നിഹാൽ. എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ. കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് വായിച്ചു നോക്കണേ. എങ്കിൽ മാത്രമേ ആ മെസ്സേജസ് നമ്മുടെ അടുത്ത് കറക്റ്റായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.